എന്താ പരിപാടി നിങ്ങക്ക്? ഒപ്പനാ? ഈദിന്റെ ആണാ? എത്രയല്ല പഠിക്കുന്നേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. എന്താണ്, നമുക്ക് നാളെ, അതായത് ഡേറ്റ് എന്നാണോ, ഇന്നിപ്പോൾ എത്രാം തീയതി? ഇന്നിപ്പോൾ 10-ാം തീയതി അല്ലേ? നാളെ 11-ാം തീയതി നെതാടെ സ്കൂളിലും ഓൾമോസ്റ്റ് എല്ലാം സ്കൂളിലും നമ്മുടെ KG സ്റ്റാർട്ട് ചെയ്യണമല്ലേ, നമ്മുടെ കിൻഡർ ഗാർഡൻ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ നെതാടെ സ്കൂളിലും എന്താണ് നാളെ കുഞ്ഞു കുട്ടികൾ കേട്ടോ ആദ്യമായിട്ട് അക്ഷരങ്ങളൊക്കെ പഠിക്കാനും സ്കൂൾ തുറക്കുമ്പോൾ. ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ട്രിപ്പൊക്കെ പോയിട്ട് സൗണ്ടൊക്കെ വല്ലാണ്ടിരിക്കുകയാണ് കേട്ടോ. സൗണ്ടൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ വേഗം ഇൻട്രൊഡക്ഷൻ എടുക്കാം, കാരണം എനിക്ക് കുറച്ച് പണികളൊക്കെ ബാക്കി എടുക്കാൻ കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ നെതാട് സ്കൂളിലേക്ക് പോവാണ്. നമ്മളെല്ലാം ഞാനും കുഞ്ഞിപ്പെണ്ണും കൂടിയിട്ട് നെതാട് സ്കൂളിൽ പോവാണ്. വേറെ ഒന്നുമില്ല കേട്ടോ, ചെറിയൊരു പരിപാടി ഉണ്ട്, അതിൻ്റെ പ്രാക്ടീസിന് വേണ്ടിയിട്ട് പോവാണ്. എന്താണ്, നമുക്ക് നാളെ കിൻഡർ ഗാർഡൻ അവിടെ സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ. അതായത് LKGയിലെ പുതിയ കുട്ടികൾ വരവാണ്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ മമ്മി ആൻഡ് മീയിൽ ചെറിയൊരു ഡാൻസ് പരിപാടി ഉണ്ട്. ഞാൻ മാത്രമല്ല, വേറെ എക്സ്ട്രാ 5 പാരൻറ്റും കുട്ടികളും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇന്ന് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നാളെയാണ് നമ്മുടെ പരിപാടി കേട്ടോ. അതായത് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് പരിപാടിയുടെ അന്നത്തെ ദിവസമായിരിക്കും. പരിപാടിയുടെ വീഡിയോ വരുന്നത് അത് കഴിഞ്ഞിട്ടുള്ള ദിവസമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതാണ് സ്കൂളിൽ പോവാണ്. ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞിപ്പെണ്ണിനെ കുളിപ്പിച്ച് ഉടുപ്പൊക്കെ ഇടിച്ച് കെടുത്തിയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിന് കുറച്ച് സ്നാക്സ് ഒക്കെ എടുത്ത് വെക്കണം. പിന്നെ നെതാപ്പി ഇന്ന് വെള്ളം കൊണ്ടുപോകാനാണ് പോയിക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്ത് റെഡി ആക്കി വെക്കണം കേട്ടോ. യൂബറിനാണ് പോകുന്നത്. അപ്പോൾ ഇക്കാക്ക് ബുക്ക് ചെയ്ത് തരും. അപ്പം അങ്ങനെ പോകണം. 10 മണിക്ക് അവിടെ എത്താനാണ് പറഞ്ഞേക്കുന്നത്. ഇപ്പം ഞാൻ ഇൻട്രോ എടുക്കുമ്പോൾ സമയം 9:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി വേഗം റെഡിയാവാം. എനിക്ക് എന്തോരം സ്കൂളിൽ ചെന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റുമെന്നൊന്നും എനിക്ക് അറിയാൻ പാടില്ല. എന്തായാലും എടുക്കാൻ പറ്റുന്ന മാക്സിമം വീഡിയോസ് എല്ലാം എടുക്കും. അതൊക്കെ കുറേ കഴിയുമ്പോൾ കാണാൻ നല്ല മെമ്മറി ആണല്ലോ. അപ്പോൾ എന്തായാലും നമുക്ക് പോകുന്ന വിശേഷങ്ങളും സ്കൂളിലെ കാര്യങ്ങളും എല്ലാം കാണാട്ടോ. യൂബർ ബുക്ക് ചെയ്തിട്ട് അങ്ങനെ ഞാനും കുഞ്ഞിപ്പെണ്ണും പോയിക്കൊണ്ടിരിക്കാൻ കേട്ടോ. കുഞ്ഞിപ്പെണ്ണാണെങ്കിൽ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ഉറക്കത്തിലായിരുന്നേ. ഉറക്കത്തിൽ നിന്ന് എണീക്കാതെ തന്നെ ഞാനെടുത്ത് തോളത്തിട്ട് പോവാണ് കേട്ടോ. എന്തായാലും ഉറങ്ങണം. അത്രയും ഉറങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരുപാട് കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും നല്ല പോലെ കിടന്നുറങ്ങട്ടെ എന്ന്. അങ്ങനെ നമ്മളിതായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്കൂൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ആരെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. മാമിനെ വിളിച്ചിട്ട് വേണം നമ്മൾ എങ്ങോട്ടേക്കാണ് ചെല്ലണ്ടേന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട്. ഉള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ സെക്യൂരിറ്റി പറഞ്ഞ് ഓഫീസിലേക്ക് പോയിക്കോളാൻ കേട്ടോ. അപ്പോൾ എനിക്ക് എന്തായാലും അറിയാം ഓഫീസിലേക്ക് പോകേണ്ട ആവശ്യമില്ലാന്ന്. അപ്പോൾ ഞാൻ മാമിനെ വിളിച്ചപ്പോൾ പറഞ്ഞ് നമ്മുടെ KG സെക്ഷനിലേക്ക് പോരേന്ന് പറഞ്ഞിട്ടോ. അങ്ങനെ അവിടെ ചെന്നപ്പോൾ ബാക്കി എല്ലാ പാരൻസും വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങിലായിരുന്നു. പിന്നെ വേറൊരു പാരൻറ്റും കൂടി വരാനുണ്ടായിരുന്നു കേട്ടോ. ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഞങ്ങൾ മൊത്തം 5 പാരൻറ്റും കുട്ടികളാണ് കേട്ടോ ഈ ഡാൻസിനുള്ളത്. അങ്ങനെ തന്നെ ഇതാനൊക്കെ ക്ലാസ്സിൽ നിന്ന് വിളിച്ച് നമ്മൾ മേളിൽ ഓഡിറ്റോറിയത്തിലേക്ക് പോകാൻ കേട്ടോ. അവിടെ വെച്ചിട്ടാണ് പ്രാക്ടീസും കാര്യങ്ങളും. അപ്പോഴാണ് ഞാൻ അറിയണത് നമ്മുടെ KGയിലെ HOD എൻ്റെ സൂപ്പർ സീനിയറായിട്ട് കോളേജിൽ പഠിച്ചതാണ് കേട്ടോ. എന്നെ അറിയായിരുന്നു, പക്ഷേ എനിക്കങ്ങനെ ഓർമ്മ കിട്ടിയില്ല കേട്ടോ. പിന്നെ കുറച്ച് നേരം കണ്ട് കഴിഞ്ഞപ്പോൾ എവിടേക്കോ കണ്ട് പരിചയം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുഞ്ഞിപ്പെണ്ണ് എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട് ഇരുന്നു. പിന്നെ കുഞ്ഞിപ്പെണ്ണിന് കൊണ്ടുപോയ സ്നാക്സും കാര്യങ്ങളൊക്കെ തീർന്നപ്പോൾ ചെറുതായിട്ട് കരയാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 5-10 മിനിറ്റ് ഞാൻ ഡാൻസ് കളിക്കുന്ന പ്രാക്ടീസിൻ്റെ ടൈമിൽ ഒന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് മുന്നേ അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഒരു ദിവസം കൊണ്ട് എങ്ങനെ ഡാൻസ് പഠിക്കും എന്നുള്ള ടെൻഷനിലായിരുന്നു കേട്ടോ ഞങ്ങളെല്ലാവരും. പക്ഷേ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് വേഗം ഈസി സ്റ്റെപ്പൊക്കെ ആയിട്ട് ഞങ്ങൾ വേഗം ഒരു കണക്കിന് ഒപ്പിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ പിള്ളേർ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ശ്രദ്ധിക്കണ്ടായിരുന്നില്ല കേട്ടോ. മമ്മി അന്മിയുടെ ഡാൻസ് പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ മമ്മികൾ മാത്രമേ കേട്ടോ കളിക്കുന്നുള്ളൂ. പിള്ളേരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയായിരുന്നു കേട്ടോ. നെത ഒട്ടും തന്നെ എൻ്റെ കൂടെ നിന്ന് കളിച്ചിട്ടില്ല കേട്ടോ. നെത കുഞ്ഞിപ്പെണ്ണിനെ നോക്കിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ അവൾ വലിയ കുഴപ്പമില്ലാണ്ടിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ പഠിച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നിട്ടാണെങ്കിൽ നെതാനെ പഠിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ നെതാക്ക് വലിയ കെയർ കൊടുക്കായിരുന്നത്. എന്നാലും കുഞ്ഞിപ്പെണ്ണ് അടങ്ങിയിരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കളിക്കാൻ കേട്ടോ. ഇതിൽ ഞങ്ങൾ കളിക്കുന്ന ചെറിയ പ്രാക്ടീസിൻ്റെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. 2-3 വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ വീഡിയോയിലും മിക്സൊക്കെ ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ടുള്ള സ്റ്റെപ്സ് പെട്ടെന്ന് നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന സ്റ്റെപ്സൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പഠിക്കുന്നത്. കാരണം ഇതെല്ലാം പെട്ടെന്ന് പ്ലാൻ ചെയ്താണോ എന്ന് എനിക്കറിയില്ല. എന്നെ എന്തായാലും തലേ ദിവസമാണ് കേട്ടോ മാം വിളിച്ചിട്ട് ഇങ്ങനെ വരണം, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞത്.
പറഞ്ഞ കേട്ടപ്പോൾ എനിക്ക് കളിക്കാനായിട്ടൊരു കൊതിയുമായി. പിന്നെ അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിട്ട് പോകാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ നല്ലൊരു മഴയൊക്കെ പെയ്തിട്ടുണ്ടായിരുന്നേ. നിതാപ്പയാണെങ്കിൽ ചെറുതായിട്ട് വഴക്കിട്ടിരിക്കുക, വേറെ ഒന്നുമല്ല കേട്ടോ, അവൾക്ക് വിശക്കണം എന്ന് പറഞ്ഞിട്ട്. കാരണം സ്നാക്സിൻ്റെ ടൈമിൽ പോലും സ്നാക്സ് കഴിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. 12:30 മണി ആവാറായിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് നിതാപ്പി വിശക്കണം, എനിക്ക് ഗ്യാസ് കയറണം, വയറുവേദന എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കാൻ കേട്ടോ. അതിൻ്റെ ഇടയിൽ ഇതേ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നേ. മഴ പെയ്തിട്ട് കാര്യം ഉണ്ടായില്ല കേട്ടോ. മേളിൽ കറണ്ട് ഞങ്ങൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. ചൂടെടുത്ത് ഭയങ്കരമായിട്ട് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നേ. ഡാൻസിൻ്റെ പ്രാക്ടീസ് കഴിഞ്ഞത് എൻ്റെ കോലും ഇങ്ങനെയാണ് കേട്ടോ. കുഞ്ഞിപ്പെണ്ണിൻ്റെ ഇതേ കുഞ്ഞിപ്പെണ്ണിൻ്റെ തലയൊക്കെ നനഞ്ഞിരിക്കാൻ കേട്ടോ, വിയർത്തിട്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരം റെസ്റ്റ് എടുക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ന് ഇതിൻ്റെ പ്രോഗ്രാം ഉണ്ട് കേട്ടോ, ഉച്ച കഴിഞ്ഞിട്ട്. അതിന് വേണ്ടിയിട്ട് ഇതാ പിള്ളേരൊക്കെ ഒപ്പനക്കൊക്കെ വേണ്ടിയിട്ട് ഇത് മണവാട്ടിയും കൂടെ കളിക്കുന്ന കുട്ടികളൊക്കെ ഇതാ ഒരുങ്ങിയൊക്കെ നിൽക്കുകയാണ്. അപ്പം വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് അവർ യൂട്യൂബ് ചാനലിലെ പേരൊക്കെ പറഞ്ഞു തന്നിട്ടത്. പിന്നെ അതേ പിള്ളേർ നമസ്കരിക്കുകയൊക്കെ ചെയ്യാൻ കേട്ടോ. ടീച്ചർ കൊണ്ടുവന്നത് അപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അങ്ങനെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്, എങ്ങനെയൊക്കെ ഒപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിത് തിരിച്ച് പോവാണ്. പിന്നെ ഏതാനും എനിക്ക് ഓഫീസിൽ വിളിക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് എൻ്റെ കൂടെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാളത്തെ പ്രോഗ്രാമിൻ്റെയും ഇന്നത്തെ പ്രോഗ്രാമിൻ്റെയും അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ഈ കാണുന്നത്. നേതാനെ വിളിക്കാൻ വേണ്ടിയിട്ട് ഓഫീസിൽ പേരൊക്കെ എഴുതി കൊടുത്തിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ കേട്ടോ നേതാ വരാൻ വേണ്ടിയിട്ട്. കാരണം നേതാടെ ലഞ്ചിൻ്റെ ടൈമായിരുന്നു. എന്തായാലും ലഞ്ച് കഴിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ലഞ്ചെല്ലാം കഴിച്ച് പ്രാക്ടീസ് കഴിഞ്ഞ് ഞാൻ നേതാപ്പിയൊക്കെ കൂട്ടിയിട്ട് പോരാൻ കേട്ടോ. അപ്പോഴത്തേനും ഇക്കാക്ക് യൂബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അപ്പം ഇതിൻ്റെ ഒറിജിനൽ വീഡിയോസും കാര്യങ്ങളും സ്റ്റേജിൽ ഞങ്ങൾ കളിക്കുന്ന ഡാൻസൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് വരും. വീഡിയോ ഇത്രയേ ഉള്ളൂ.